എന്തൊരു മഴ! അതെ, നല്ല സൂപ്പർ മഴ. ഈ മഴക്കാലം എന്ന് പറഞ്ഞ സംഭവം തന്നെയല്ലേ. സത്യം. ഇന്ന് രാവിലെ കുട്ടികൾ സ്കൂളിൽ പോകാൻ കണ്ടിട്ട് കൊതിയായി. നമ്മൾ പോയിന്ന ഒരു കാലം ഉണ്ടായില്ലേ, ആലോചിക്കുമ്പോ സങ്കടാവും. പുതിയ ചെരുപ്പ്, പുതിയ ഡ്രസ്സ്, പുതിയ കൊട, പുതിയ എല്ലാം പുതിയ. അതും വെറും കൊട അല്ല, പീപ്പിളില്ല കൊട. അന്നത്തെ കാലത്ത് ആ ഒരു അഹങ്കാരമായിരുന്നു. സത്യം. ടീച്ചർ ക്ലാസ് എടുക്കുമ്പോ ആ ഓടുമ്പക്ക് വെള്ളം മുക്കണ സൗണ്ട് തിരിച്ചു കിട്ടാത്ത ബാല്യം. ഇപ്പത്തെ കുട്ടികൾക്ക് അറിയാം ഓലോലെ പ്രൈം ടൈമിലാണെന്ന്. അത് ഓൽക്ക് മനസ്സിലാവണേ ഓല് നമ്മളെ പോലെ വലുതാവണം. അല്ലെങ്കിൽ എന്ത് കാര്യം അടിപൊളിയാവാൻ മനസ്സിലാവാതെ കഴിഞ്ഞിട്ടാ. നമുക്കൊക്കെ ആ ടൈമിൽ സ്കൂളിന് എങ്ങനെയാലും ലീവ് കിട്ടിയാൽ മതിയെന്നാവും. മഴ പെയ്യാൻ പ്രാർത്ഥിക്കാവോ ലീവ് കിട്ടാൻ. നമ്മളെ ജില്ലക്ക് അവധി ഉണ്ടോ നോക്കലാ അന്നത്തെ മെയിൻ പണി. ഇനിയിപ്പോ ലീവ് കിട്ടിയാലും ഇല്ലെങ്കിൽ ആ വൈകുന്നേരത്തെ കളി, അതും ആ ചളിയില് ആ ഒരു വൈബ്. കാലിൽ കൂടെ ആകെ മുറിയേക്കാൻ ചരല് കൂട്ടി അടിച്ചിട്ട് എന്റെ മേത്തുകൂടി മുറിയാവും. അത് കറക്റ്റ്. ആ ചളി ആവാത്തവരൊക്കെ ചളി കൊണ്ടുപോയി മുക്കിയെടുക്കുമ്പോ കിട്ടണ ആ സുഖം. ഇതൊക്കെ കഴിഞ്ഞ് പെരയെ പോകുമ്പോ ഒരു ഫീൽ ഉണ്ട്. നേരം വെക്കി ഉമ്മാനെയും പേടിച്ചിട്ട് എന്നിട്ട് ഉമ്മാന്റെ അടുത്ത് രണ്ട് കുത്തും ചെയ്യും, എന്നിട്ട് ആ ഡ്രസ്സ് തിരുമ്പിക്കും ചെയ്യും. ഞാനൊക്കെ എത്ര തിരുമ്പിയിരുന്നു. പിന്നെ കുളത്തൊക്കെ കുളിച്ചാൽ പോകണം. മഴ ഒന്ന് ചാറിയാൽ മതി, നാട്ടിൽ ഒരു കുളം മിസ്സാകും. അതിന് ഉമ്മാന്റെ അടുത്ത് നിന്ന് വള്ളറച്ച് കിട്ടും ചിച്ചു. അനക്കുണ്ടൊരു മീൻ പിടിച്ചാൽ കൊണ്ടുപോലെ, എന്നിട്ട് മീൻ കിട്ടും. അതില്ലേനും നമ്മാന്റെ അടുത്ത് കിട്ടണ ഒരു കണക്കും ഉണ്ടാവില്ല. അങ്ങനെ എത്ര അടികൾ ഇന്നൊക്കെ കിട്ടിയെടുത്ത് അടിക്കായിരുന്നു. ഇപ്പൊ തീരെ തല്ലാതെയും പോയി. അതെ, ഈ മഴക്കാലം ഒരു സംഭവം തന്നെയല്ലേ. സത്യം. അവിടെ നോക്കിയോക്കെ ജാതി ആംബിയൻസാ. ഇക്ക് ഇങ്ങനത്തെ ആംബിയൻസ് ഒക്കെ കാണുമ്പോ സിബാണ് തുറന്നിട്ട് എന്ത് മൂത്രയ്ക്കാൻ തോന്നും. വെള്ളിക്കുന്നൊരു കാര്യം മനസ്സിലായി. എന്ത്? പഴകും തോറും വീര്യം കൂടുന്ന ഒരേ ഒരു സംഭവമുള്ളൂ, ഓർമ്മകൾ. യെസ്, മെമ്മറീസ്. അതിങ്ങനെ ആലോചിക്കുമ്പോൾ സങ്കടവും വരും, സന്തോഷവും വരും. അതിന് പ്രായത് വിഷയമല്ല. അതെ.